ഹായ് നമസ്കാരം. അമേരിക്കയുടെ ഡോളർ ലോകത്തിന് വേണ്ടാതാകുമോ? പെട്രോൾ ഡോളർ കരാറിലെ സൗദിയുടെ മനമാറ്റം ലോകക്രമം തിരുത്തുമോ? അമേരിക്കൻ ഡോളറിലുള്ള ആശ്രയത്വം ലോകത്ത് കുറഞ്ഞു വന്നാൽ എന്ത് സംഭവിക്കും? ഇക്കഴിഞ്ഞ ജൂൺ 9 അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുണ്ടായിരുന്ന പെട്രോൾ ഡോളർ കരാർ അവസാനിച്ചതോടെയാണ് ഡി ഡോളറൈസേഷൻ വീണ്ടും സജീവ ചർച്ചയാകുന്നത്. പെട്രോൾ ഡോളർ കരാറിന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിലേക്ക് പോകണം. രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ ലോകരാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി തകർന്നപ്പോഴും യുദ്ധ കച്ചവടങ്ങളിലൂടെ സാമ്പത്തികമായി വലിയ നേട്ടം കൈവരിച്ച രാജ്യമാണ് അമേരിക്ക. രണ്ടാം ലോക യുദ്ധ സമയ ലോകത്തെ മൊത്തം സ്വർണ്ണ റിസർവ് ശേഖരത്തിന്റെ 75% അമേരിക്കയുടെ പക്കലായിരുന്നു. 1910 കേവലം 2000 ടണ്ണുണ്ടായിരുന്ന സ്വർണശേഖരം 1940 ആകുമ്പോഴേക്കും 20,000 ടണ്ണാണ് വർദ്ധിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നത് യുദ്ധസമയത്തെ അമേരിക്കയുടെ വളർച്ചയെക്കുറിച്ചാണ്. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് 1944 അമേരിക്ക ബ്രൈറ്റൺ വുഡ്സ് എന്നറിയപ്പെടുന്ന കരാർ അവതരിപ്പിക്കുന്നത്. 44 രാജ്യങ്ങളുമായി ഒപ്പിട്ട ഈ കരാർ അനുസരിച്ച് അവരുടെ കറൻസി ഡോളറുമായും ഡോളർ സ്വർണവുമായും പെഗിച്ചിരുന്നു. ഒരു ഓൺസ് ഗോൾഡ്, അതായത് 28.35 ഗ്രാം ഗോൾഡിന് $35 എന്ന നിരക്കായിരുന്നു മൂല്യം നിശ്ചയിച്ചത്. ബ്രൈറ്റൺ വുഡ്സ് കരാർ പ്രകാരം ഒരു രാജ്യത്തിന്റെ പക്കലുള്ള ഡോളറുമായി അമേരിക്കയുടെ അടുത്ത് ചെന്നാൽ അതിനെ ഗോൾഡാക്കി മാറ്റാൻ പറ്റുമെന്ന് ചുരുക്കം. ഇതിലൂടെ മറ്റൊരു കറൻസിക്കുമില്ലാത്ത മൂല്യവും വിശ്വാസ്യതയുമാണ് ഡോളറിന് കൈവന്നത്. കൂടാതെ ഈ കരാറിന്റെ ഭാഗമായി 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ കൂടി നിലവിൽ വന്നു. വേൾഡ് ബാങ്കും IMFും. ഇതിലൂടെ ഡോളർ നിരവധി രാജ്യങ്ങളുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിനുള്ള കറൻസിയായി. എന്നാൽ 1970കളോടെ അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന സ്വർണത്തിന്റെ കരുതൽ ശേഖരം വലിയ തോതിൽ കുറവ് ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. 40കളിൽ 22,000 ഉണ്ടായിരുന്ന ശേഖരം 10,000 ടൺ എന്ന നിലയിലേക്കാണ് കൂപ്പുകുത്തിയത്. വിയറ്റ്നാം യുദ്ധവും സ്വർണ വിലയിലെ കുതിച്ചുചാട്ടവുമെല്ലാമാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയായത്. അങ്ങനെ ഡോളറിന് പകരം സ്വർണമെന്ന കരാറിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്മാറാതെ കഴിയില്ലെന്ന നിലയിലെത്തി. ഒടുവിൽ 1973 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ ഡോളറിന് പകരം സ്വർണം ലഭിക്കുമെന്ന വാഗ്ദാനം അവസാനിച്ചു. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടിരുന്ന അമേരിക്ക വ്യക്തമായ ഒരു ബദൽ പദ്ധതി ഉണ്ടാക്കിയ ശേഷമായിരുന്നു ബ്രൈറ്റൺ വുഡ്സ് കരാർ നിർത്തിവെച്ചത്. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ പെട്രോൾ ഡോളർ കരാർ പ്രസക്തമാകുന്നത്. ലോകരാജ്യങ്ങളുടെ ചൈനയുമായുള്ള വ്യാപാരത്തിൽ ഏകദേശം 9 മടങ്ങ് വർധനയാണ് കഴിഞ്ഞ 20 വർഷത്തിനിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഡോളറിനെ മാത്രമായി ആശ്രയിക്കുന്നതിന് പകരം മറ്റൊരു കറൻസി എന്ന നിലയിലേക്ക് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയതും സ്വാഭാവികമാണ്. വരുംകാല ആഗോള വളർച്ചയുടെ പ്രധാന ഘടകമായി എണ്ണ മാറുമെന്ന് 1940കളിൽ തന്നെ അമേരിക്ക തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി 1945 തന്നെ ഡോളറിന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കരാർ അമേരിക്ക ഉണ്ടാക്കി. മറുഭാഗത്ത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരമായ സൗദി അറേബ്യയായിരുന്നു സൗദിയുടെ എണ്ണപ്പാടങ്ങളെ അക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കാം. പക്ഷേ ഏത് രാജ്യവുമായി എണ്ണ വ്യാപാരം നടത്തുമ്പോഴും അത് ഡോളറിലായിരിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ ഉപാധി. ഇത് സൗദി അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊരു അനൗദ്യോഗിക കരാർ മാത്രമായിരുന്നു. പിന്നീട് ഇത് ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നത് 1974 അന്നത്തെ സൗദി കിരീടാവകാശിയും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും തമ്മിൽ 1974 ജൂണിലാണ് കരാറിൽ ഏർപ്പെടുന്നത്. കരാർ പ്രകാരം സൗദി അറേബ്യയ്ക്ക് വർദ്ധിച്ച സാമ്പത്തിക സൈനിക സഹായം നൽകുമെന്ന് അമേരിക്കയും US ഡോളറിൽ എണ്ണ വ്യാപാരം ചെയ്യാമെന്ന് സൗദിയും ഉറപ്പു നൽകി. അങ്ങനെ വന്നതോടെ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും എണ്ണ വാങ്ങാൻ ഡോളർ വേണമെന്ന അവസ്ഥ നിലവിൽ വന്നത്.
കാരണം ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യം സൗദിയാണെന്ന വസ്തുത തന്നെ. എണ്ണ വാങ്ങാൻ ഡോളർ വേണ്ടതിനാൽ എല്ലാ രാജ്യങ്ങളും അവരുടെ ഫോറക്സ് റിസർവുകൾ ഡോളറിൽ സൂക്ഷിക്കുന്നത് തുടർന്നു. അങ്ങനെയാണ് കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികം കാലം ഡോളർ വിപണിയിലെ തങ്ങളുടെ അപ്രമാദിത്വം കാത്തു സൂക്ഷിച്ചത്. ഡോളറിലുള്ള വിശ്വാസ്യത കുറഞ്ഞു വരുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് കണക്കില്ലാതെയുള്ള കറൻസി പ്രിന്റിംഗ്. ആ കരാറാണ് 2024 ജൂൺ 8 അവസാനിച്ചത്. കരാർ പുതുക്കുന്നില്ലെന്നാണ് സൗദിയുടെ നിലപാട്. പക്ഷേ ഇനി മുതൽ എണ്ണ വ്യാപാരം ഡോളർ അല്ലാത്ത കറൻസിയിൽ നടത്തുമെന്നോ ഇല്ലെന്നോ ഒന്നും സൗദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഡോളർ സേഫ് ആണെങ്കിലും ആഗോളതലത്തിൽ ഡോളറേഷൻ പ്രക്രിയയുടെ വേഗത വർദ്ധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഡോളറിന്റെ വിപണി മൂല്യം കാരണം ലോകരാജ്യങ്ങൾ അവരുടെ ഫോറക്സ് റിസർവുകൾ ഡോളറിലാണ് സൂക്ഷിക്കുന്നതെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ഒരു കാര്യമാണ് അമേരിക്ക പലപ്പോഴായി ആയുധമാക്കിയത്. 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ അമേരിക്ക പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുള്ള റഷ്യയുടെ ഡോളറിൽ സൂക്ഷിച്ചിരുന്ന 300 ബില്യന്റെ റിസർവ് ശേഖരമാണ് മരവിപ്പിച്ചത്. അതുപോലെ താലിബാൻ ഭരണത്തിലേറിയതിന് പിന്നാലെ ന്യൂയോർക്കിലുള്ള ഫെഡറൽ റിസർവ് ബാങ്കിന്റെ അവരുടെ 700 കോടിയുടെ ഡോളറും മരവിപ്പിച്ചിരുന്നു. ഇങ്ങനെ പോയാൽ ഏതൊരു രാജ്യത്തിനെയും സാമ്പത്തികമായി ശിക്ഷിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന അവസ്ഥ വന്നു. പ്രത്യേകിച്ചും ലോക ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഇക്കാലത്ത് ഈ ഭയമാണ് ലോകത്തെ പല സെൻട്രൽ ബാങ്കുകളും ഡോളർ റിസർവ് വിറ്റഴിച്ച് സ്വർണം വാങ്ങിക്കൂട്ടാൻ പ്രേരിപ്പിച്ചത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2022 2023 ഇടയിൽ 1000 ടൺ സ്വർണമാണ് വിവിധ സെൻട്രൽ ബാങ്കുകളിൽ വാങ്ങിക്കൂട്ടിയത്. കരാറിലുള്ള വിശ്വാസ്യത കുറഞ്ഞു വരുന്നതിനുള്ള മറ്റൊരു പ്രധാന കാരണമാണ് കണക്കില്ലാതെയുള്ള കറൻസി പ്രിന്റിംഗ്. കണക്കില്ലാതെ കറൻസി പ്രിന്റ് ചെയ്താൽ അതിന്റെ മൂല്യമിടിയാനും പണപ്പെരുപ്പത്തിനും ഹൈപ്പർ ഇൻഫ്ലേഷനുമൊക്കെ കാരണമാകും. എന്നാൽ അമേരിക്ക അതൊന്നും വകവെക്കാതെ പലപ്പോഴും ഡോളറുകൾ വലിയ തോതിൽ പ്രിന്റ് ചെയ്യാറുണ്ട്. കൊറോണ പടർന്നു പിടിച്ച 2020 മാത്രം അമേരിക്ക പ്രിന്റ് ചെയ്തിറക്കിയത് 4 ട്രില്യൺ പുതിയ ഡോളറാണ്. ഡോളർ ആഗോള വിപണിയിലെ പ്രധാന കറൻസി ആയതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യമിടിയുന്നത് മറ്റ് ലോകരാജ്യങ്ങളെയും ബാധിക്കും. അതായത് ലോകത്തെ റിസർവ് കറൻസി 58.9% ഡോളർ ആയതിനാൽ എല്ലാ രാജ്യങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. അതേസമയം ഡോളറിന് ആവശ്യക്കാർ ഉള്ളതിനാൽ അമേരിക്കയ്ക്ക് വലിയ ആഘാതം ഉണ്ടാവുകയുമില്ല. ഇതിനെല്ലാം പുറമെ ലോക വിപണിയിലെ ചൈനയുടെ കുതിച്ചുചാട്ടവും ഡോളറേഷൻ ആക്കം കൂട്ടാനും ഉള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രധാനമായും വ്യാപാരം നടന്നിരുന്നത് അമേരിക്കയുമായിട്ടായിരുന്നു. എങ്കിൽ ഇപ്പോഴിത് ചൈനയുമായിട്ടാണ്. ലോകരാജ്യങ്ങളുടെ ചൈനയുമായുള്ള വ്യാപാരത്തിൽ ഏകദേശം 9 മടങ്ങ് വർധനയാണ് കഴിഞ്ഞ 20 വർഷത്തിനിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഡോളറിനെ മാത്രമായി ആശ്രയിക്കുന്നതിന് പകരം മറ്റൊരു കറൻസി എന്ന നിലയിലേക്ക് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയതും സ്വാഭാവികമാണ്.